നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. രോഗികൾ ഉപകരണം വാങ്ങിത്തരുന്ന സ്ഥിതിയെന്നും ഉപകരണങ്ങൾക്ക് വേണ്ടി ഇരക്കേണ്ട അവസ്ഥയെന്നും ഡോക്ടർ ഹാരിസ് സത്യസന്ധനായ ഡോക്ടറെന്ന് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് സംവിധാനത്തിന്റെ പ്രശ്നമെന്നും പിഴവുകൾ പരിഹരിക്കുമെന്നും വീണ ജോർജ്. ചികിത്സാ പ്രതിസന്ധി 4-അംഗ സമിതി അന്വേഷിക്കും. ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. സൂംബയിൽ നിലപാട് കടുപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി. അക്കാദമിക് കാര്യങ്ങളിൽ ആജ്ഞ വേണ്ടെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമെന്നും വി ശിവൻകുട്ടി. സൂംബ ദേശീയമായി അംഗീകരിച്ച കായിക ഇനമെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് സൂംബ ഫ്ലാഷ് മോബിന്റെ ഭാഗമായി മന്ത്രി. സൂംബ വ്യായാമമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാനത്ത് മഴയുടെ തീവ്രതയ്ക്ക് കുറവ്. 5 ദിവസം കൂടി മഴ തുടരും. ജലനിരപ്പ് 136 അടി കടന്നതോടെ മുല്ലപ്പെരിയാറിന്റെ 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം മണ്ണിടിഞ്ഞ് ബംഗാൾ സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി മരിച്ചു. മണ്ണിടിച്ചിലുള്ള കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി യുവാവ് സ്റ്റേഷനിൽ. അസ്ഥികൾ തനിക്ക് പെൺസുഹൃത്തിലുണ്ടായ കുട്ടികളുടേതെന്ന് യുവാവിന്റെ മൊഴി. കൊലപ്പെടുത്തിയത് അമ്മ അനീഷയെന്ന് എഫ്ഐആർ. ആൺസുഹൃത്ത് ഭവിനെതിരെയും കൊലപാതകം, ഗൂഢാലോചന വകുപ്പുകളിൽ കേസ്. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ഷാർജ പോലീസ്. ജാഗ്രത വേണമെന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഷാർജ പോലീസ്. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. നിസ്സഹായ അവസ്ഥ തുറന്നു പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പലപ്പോഴും ശസ്ത്രക്രിയകൾക്ക് ഉപകരണങ്ങൾ രോഗികളുടെ ബന്ധുക്കൾ വാങ്ങി നൽകേണ്ട സ്ഥിതി. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഡോക്ടർ വ്യക്തമാക്കി. അതേസമയം ഹാരിസ് ചിറക്കലിനെ തള്ളാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തി. മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധിയെന്ന് ആവർത്തിച്ച് പറയുകയാണ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വർഷങ്ങളായി പല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പലപ്പോഴും രോഗികളുടെ ബന്ധുക്കളാണ് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത്. പലരെയും സമീപിച്ച് അപേക്ഷിച്ചുമിരുന്നും ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി ഗതികെട്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതെന്നും ഡോക്ടർ പറഞ്ഞു. ഇതിപ്പോ മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി. സിസ്റ്റത്തിന് വീഴ്ച പറ്റിയെന്നും മന്ത്രി സമ്മതിച്ചു. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞൊക്കെയാണല്ലോ. എന്നാൽ ഹാരിസ് ചിറക്കലിനെ തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തി. യൂറോളജിയിലെ ഒരു പർച്ചേസ് ഓർഡർ ഫയലും പെൻഡിംഗ് ഇല്ലെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അതേസമയം ഹാരിസിന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പിന്തുണ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടത്തുന്നതിനെതിരെയുള്ള വാഗ്വാദം തുടരുന്നു. സൂംബയെ അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്ന് മന്ത്രി പി ശിവൻകുട്ടി പറഞ്ഞു. മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തിനെതിരെ യൂത്ത് കോൺഗ്രസും സർക്കാരിന് പിന്തുണയുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. സമസ്തയുടെ യുവജന വിഭാഗം നേതാവ് തുടക്കമിട്ട സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദത്തിലാണ് സംസ്ഥാനത്ത് വാഗ്വാദം തുടരുന്നത്. ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട കായിക ഇനമായ സൂംബയെ അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സൂംബയിൽ സംശയമുണ്ടായാൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൂംബ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. അതേസമയം സർക്കാരിനു പിന്തുണയുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. സൂംബയെ എതിർക്കുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മതവിദ്വേഷം ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മതവിദ്വേഷം ഉണ്ടാക്കാൻ, മതവികാരങ്ങൾ ഉണ്ടാക്കാൻ ഇതിനെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവരിൽ നിന്ന് പിന്മാറണം. സൂംബയുമായി ബന്ധപ്പെട്ട് ചില മതനേതാക്കൾ ശുദ്ധ വിവരക്കേടാണ് പറയുന്നതെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ കൊച്ചിയിൽ പ്രതികരിച്ചു. പുതിയ കാലത്തെ അപകടത്തിൽ സൂംബ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം തോന്നിയോണ്ടെന്നല്ല കേട്ടോ, അത് ചില മതനേതാക്കന്മാർക്ക് ശുദ്ധ വിവരക്കേട് അടിച്ചു ഓടിക്കണം. അതിന് ഒരു സംശയം ഉണ്ടാവരുത്. വിവാദത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദുൽകിഫിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. സൂംബയേക്കാൾ വലിയ വിശ്വാസത്തെ ബാധിക്കുന്ന തീരുമാനം ഗവൺമെന്റ് എടുത്തപ്പോൾ സന്ധി ചെയ്തവർ ഇപ്പോൾ അട്ടഹസിക്കുന്നത് ഏത് വിശ്വാസത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പോസ്റ്റിലൂടെ ചോദിച്ചു. സൂംബയിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ പരിശീലകർ ഫ്ലാഷ് മോബ് നടത്തി. സൂംബ ഇൻസ്ട്രക്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന സംഘടനയാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. നിർമ്മാണ തൊഴിലാളിയായ ബംഗാൾ സ്വദേശി ഏലാഞ്ചനാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റ് 2 തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടെ മണ്ണിടിച്ചിലുള്ള കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. രാവിലെ 11:30യോടെയാണ് സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്ന നെല്ലിക്കോട് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിലകപ്പെട്ട 3 അതിഥി തൊഴിലാളികളിൽ 2 പേരെ ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ 2 മണിക്കൂർ നേരത്തെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംയുക്ത തെരച്ചിലിനൊടുവിലാണ് 3ാമത്തെയാളുടെ മൃതദേഹം കണ്ടെടുത്തത്. പശ്ചിമബംഗാൾ സ്വദേശി എലഞ്ചറാണ് മരിച്ചത്. തെരച്ചിലിനിടെ ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടായതാണ് ദൗത്യത്തിന് വലിയ പ്രതിസന്ധിയായത്. മണ്ണിടിച്ചിലിൽ സമീപത്തെ വീടിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇവരെ മാറ്റി പാർപ്പിച്ചു. റോഡ് പൂർണ്ണമായി നിലം പതിച്ചതോടെ നിരവധി വീടുകളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. പെട്ടെന്നാണ് ഇടിഞ്ഞു. താഴെ പണിക്ക് ആയിട്ടുള്ള ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട്. ഞാൻ കൊലയിലിരിക്കും, മോന് കഞ്ഞി കൊടുക്കുന്നവരാണിത്. ഷീറ്റാണ് ആദ്യം ഇങ്ങനെ താന്നത്. ഷീറ്റ് താന്ന് കല്ല് ആരോ കുട്ടികളാരോ എറിയാന്നോ ഞാൻ വിചാരിച്ച കല്ല് വീണ. പിന്നെ അതെല്ലാം കൂടി പോസ്റ്റും ലൈനൊക്കെ പൊട്ടി തീ വന്ന് എല്ലാം കൂടി ഇടിഞ്ഞ ഒറ്റ പ്രാവശ്യം ഇടിഞ്ഞപ്പോൾ ഞാൻ മോനെയും കൊണ്ട് ഓടി. മണ്ണിടിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയിരുന്നു. എങ്കിലും ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണം മുന്നോട്ട് പോയത് എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കളക്ടർക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഇവർ പറയുന്നു. 2 ആഴ്ച മുൻപും പ്രദേശത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അത് കല്ല് വീണതാണെന്ന് പറഞ്ഞ് കമ്പനി അവഗണിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാമെന്നറിയിച്ച കമ്പനി വാക്കുപാലിക്കാതെയാണ് വീണ്ടും നിർമ്മാണം തുടങ്ങിയതെന്ന് സ്ഥലം കൗൺസിലർ പറഞ്ഞു. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അവരൊന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ട്.
അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പണി തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഇനി പണിയെടുക്കാൻ സമ്മതിക്കരുത് എന്ന് വരെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അവർ സമ്മതിച്ചതാണ്. ഇനി ഞങ്ങൾ പണിയെടുക്കുന്നില്ല, മഴ കഴിയട്ടെ എന്ന് പറഞ്ഞതാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരാതി നന്നായിട്ട് പറയുന്നുണ്ട്, അതുമല്ല ഇത് വളരെ ദാരുണമായ സംഭവമാണ്. അത് കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അമൃത ന്യൂസ്, കോഴിക്കോട്. ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 250 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയ എക്സിറ്റ് പെർമിറ്റ് നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഇതുവരെയായി 21,900 പേർക്ക് പെർമിറ്റ് അനുവദിച്ചതായി റിപ്പോർട്ട്. വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുന്നതോടെ അടുത്ത 2 ദിവസത്തിനകം ഈ സംഖ്യ ഇരട്ടിയിൽ അധികമാകുമെന്നാണ് പ്രതീക്ഷ. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 12-നാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൊഴിലുടമയിൽ നിന്നും അനുമതി നേടണമെന്നാണ് ഉത്തരവ്. ഇതിനായി തൊഴിലാളികൾ സഹൽ ആപ്പ് വഴി അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷയ്ക്ക് തൊഴിലുടമ അംഗീകാരം നൽകുകയും വേണം. അതേസമയം ആർട്ടിക്കിൾ 19 വിസയിൽ സ്വന്തം സ്പോൺസർഷിപ്പുള്ള പ്രവാസികൾക്ക് രാജ്യത്ത് നിന്നും പുറത്താകാൻ എക്സിറ്റ് പെർമിറ്റ് ആവശ്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഷാർജ പോലീസിന്റെ സോഷ്യൽ മീഡിയ വീഡിയോ. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഉണ്ടെന്നും ഉപയോഗം നേരത്തെ കണ്ടെത്തിയാൽ കുട്ടികളെ രക്ഷിച്ചെടുക്കാമെന്നും വീഡിയോയിൽ വ്യക്തമാക്കും. ഷാർജ പോലീസിന്റെ എക്സ് ഹാൻഡിലാണ് കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ജാഗ്രത വേണമെന്ന സന്ദേശവുമായി വീഡിയോ പോസ്റ്റ് ചെയ്തത്. ലേബലുകളോ പേരോ രേഖപ്പെടുത്താത്ത മരുന്ന് കുപ്പികൾ, ഗുളികകൾ എന്നിവ റൂമുകളിൽ കണ്ടാൽ പരിശോധിക്കണമെന്ന് പോലീസ് വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. മയക്കുമരുന്നുകൾ, ഐഡ്രോപ്സ് പോലുള്ള വ്യക്തിഗത ഉപയോഗത്തിനുള്ള വസ്തുക്കളോടും സ്കൂൾ ഉപകരണങ്ങളോടും സാമ്യമുള്ളതാകാമെന്നും വീഡിയോയിൽ വിശദമാക്കുന്നു. വാഹനങ്ങളിലും മുറികളിലുമൊക്കെ മയക്കുമരുന്നുകൾ ഒളിപ്പിക്കാൻ സാധിക്കും. മുഖഭാവത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് മയക്കുമരുന്ന് ഉപയോഗം തിരിച്ചറിയാമെന്നും പോലീസ് രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. ഉറക്ക ഗുളികകളും വേദന സംഹാരി ഗുളികകളും മയക്കുമരുന്ന് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം നിശബ്ദമായാവും ആരംഭിക്കുന്നതെന്നും അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടത് പോലീസിന്റെ മാത്രമല്ല എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും വ്യക്തമാക്കിയാണ് വീഡിയോ അവസാനിക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 800 46 54 എന്ന നമ്പറിൽ ഷാർജ പോലീസിനെ വിവരമറിയിക്കാം. അമൃത ന്യൂസ്, ഷാർജ. വീട് വാടകയ്ക്ക് നൽകാനുണ്ടെന്ന് പരസ്യം ചെയ്ത് പണം തട്ടിയിരുന്ന വ്യക്തിയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടിട ഉടമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിമുങ്ങുന്ന രീതിയായിരുന്നു ഇയാളുടേത്. കുറഞ്ഞ വാടകയ്ക്ക് വീട് ലഭിക്കാനുണ്ടെന്ന് പരസ്യം കണ്ടു വിളിക്കുന്നവരിൽ നിന്നും ബുക്ക് ചെയ്യാനായി മുൻകൂർ തുക വാങ്ങിയെടുക്കുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. തട്ടിപ്പുകളെ കരുതിയിരിക്കുക എന്ന പേരിലുള്ള ദുബായ് പോലീസിന്റെ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് അന്വേഷണം നടത്തിയത്. കുറഞ്ഞ വാടകയ്ക്ക് അപ്പാർട്ട്മെന്റുകൾ നൽകാമെന്ന പേരിലുള്ള പരസ്യങ്ങളോട് പ്രതികരിക്കുന്നത് ജാഗ്രതയോടെ വേണമെന്നും കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടും മാത്രം പണം നൽകണമെന്നും ദുബായ് പോലീസ് ഓർമ്മിപ്പിച്ചു. കുവൈറ്റിന് അഭിമാനമായി എഞ്ചിനീയർ ലാമ അൽ അരിമാന് സ്പേസ് എക്സ് ആക്സിയോം സ്പേസ് ദൗത്യത്തിലേക്ക് നാസയുടെ പ്രത്യേക ക്ഷണം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ജൂൺ 25-ന് വിക്ഷേപിച്ച ആക്സിയം 4 ദൗത്യം നേരിൽ കാണാനാണ് ലാമയ്ക്ക് അവസരം ലഭിച്ചത്. ലാമ അൽ അരിമാന് ലഭിച്ച ഈ ക്ഷണം ബഹിരാകാശ പര്യവേഷണ രംഗത്ത് കുവൈറ്റിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. കുവൈറ്റിലെ ബഹിരാകാശ യാത്ര പ്രതീക്ഷിച്ചതിലും വളരെ അടുത്താണെന്ന് ലാമ അൽ അരിമാൻ പറഞ്ഞു. ഇത്തരം ദൗത്യങ്ങൾ നേരിൽ കാണാൻ വ്യക്തിപരമായ ക്ഷണം ലഭിക്കുന്നത് അത്ഭുതപൂർവമായ കാര്യമാണെന്നും ബഹിരാകാശ പരിപാടികളിലെ പങ്കാളിത്തത്തിനുള്ള മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസൽ കമലേഷ് കുമാർ മീണയുടെ നേതൃത്വത്തിൽ ജിസാൻ സെൻട്രൽ ജയിൽ, ഡിപ്പോർട്ടേഷൻ സെന്റർ, ലേബർ ഓഫീസ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. 22 മലയാളികളടക്കം 49 ഇന്ത്യക്കാർ വിവിധ കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നതായി സെൻട്രൽ ജയിൽ അധികൃതർ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധിയെ അറിയിച്ചു. ജിസാൻ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 49 തടവുകാരിൽ 33 പേർ കോടതി വിധി അനുസരിച്ച് തടവ് ശിക്ഷ അനുഭവിക്കുന്നവരും 17 പേർ വിചാരണ തടവുകാരുമാണ്. കേരള മോഡലിന് നിറം മങ്ങിയെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള അക്കാദമിക് എക്സലൻസ് അവാർഡ് UAE-യിലെ ഫുജറയിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേരള മോഡലിന് നിറം മങ്ങിയെന്നും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രതിസന്ധി വളരെ വലുതാണെന്നും കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മികച്ച വിദ്യാഭ്യാസവും ഉചിതമായ ശമ്പളത്തോടുകൂടി ജോലിയും യുവാക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കേരളത്തിൽ 10 വർഷക്കാലം ഒരു ഗവൺമെന്റ് ഭരിച്ചിട്ട് മയക്കുമരുന്ന് നിയന്ത്രിക്കാനായില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. UAE വടക്കൻ നഗരമായ ഫുജറയിൽ ഇൻകാസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വരുന്ന വാർത്തകൾ അസ്വസ്ഥാജനകമാണ്. നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കണം. ഇതിനെതിരായ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളുടെയും കുടുംബങ്ങളുടെയും പൂർണ്ണ പിന്തുണ അതിന് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫുജറ, ദിബ്ബ, ഖോർബഖാൻ മേഖലകളിലെ സ്കൂളുകളിൽ നിന്നും 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികവ് തെളിയിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഫുജറൈ ഇൻകാസ് പ്രസിഡന്റ് ജോജു മാത്യു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ്, മുഹമ്മദ് ജാഫിർ എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്. വിജ്ഞാന കേരളം പദ്ധതിയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി UAE നടന്ന പരിപാടിയിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിലെ സംരംഭകരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഷാർജയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ യുവതിയുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്നതാണ് വിജ്ഞാന കേരളം ക്യാമ്പയിനിന്റെ ലക്ഷ്യമെന്ന് പദ്ധതി പരിചയപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാന കേരളം ക്യാമ്പയിൻ ഉപദേശകനും മുൻ മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. നിലവിൽ 5 ലക്ഷത്തോളം പേരുടെ ഡാറ്റാ ബാങ്ക് ഇതിനായി തയ്യാറാക്കി കഴിഞ്ഞു. ക്യാമ്പയിനിന്റെ ഭാഗമായി ജൂലൈ 12-13 തീയതികളിൽ തൃശൂരിൽ ഗൾഫ് ജോബ് ഫെയർ നടക്കും. വരും മാസങ്ങളിൽ മറ്റു ജില്ലകളിലും സമാനമായ തൊഴിൽമേളകൾ സംഘടിപ്പിക്കും. നോർക്ക, ഓട്ടേപെക് എന്നിവയുമായി സഹകരിച്ചാണ് വിജ്ഞാന കേരളം പദ്ധതിയും നടക്കുന്നത്. UAE വിവിധ മേഖലകളിലെ സംരംഭകരുമായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടിക്കാഴ്ച നടത്തി. ഓഗസ്റ്റ് 29-30 തീയതികളിൽ ഹയാത്ത് കൊച്ചി ബോൾഗാട്ടിയിൽ ഇന്റർനാഷണൽ സ്കിൽ സബ്മിറ്റ് നടക്കും. നാട്ടിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിൽ നൈപുണ്യമുള്ള യുവതിയുവാക്കളെ സജ്ജരാക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് വിജ്ഞാന കേരളം ഉപദേശകൻ ഡോക്ടർ P. സരിൻ വ്യക്തമാക്കി. ഷാർജ ലുലു സെൻട്രൽ മാളിൽ നടന്ന പരിപാടി ഇടതുപക്ഷ അനുകൂല സംഘടനയായ മാസ് ആണ് സംഘടിപ്പിച്ചത്. പ്ലാനിംഗ് ബോർഡ് മുൻ അംഗം K. ഡിസ്ക് മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ PV ഉണ്ണികൃഷ്ണനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ഷാർജ. സൗദിയിൽ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വിലയും ലഭ്യതയും നിരീക്ഷിക്കുന്നതിനും വിപണിയിൽ ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി സൗദി വാണിജ്യ മന്ത്രാലയം 50 വൻകിട ഭക്ഷ്യ കമ്പനികളുമായി E-ലിങ്ക് സംവിധാനം ഏർപ്പെടുത്തി. സ്റ്റീൽ, സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ ഉൽപ്പാദന അളവ് പരിശോധിക്കാനും വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനും ലക്ഷ്യമിട്ട് 26 നിർമ്മാണ കമ്പനികളുമായി E-ലിങ്ക് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് 6.3% കുറഞ്ഞതായി സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് വെളിപ്പെടുത്തി. ഈ വർഷത്തിലെ ആദ്യപാദത്തിലെ സ്വദേശികളുടെ കണക്കാണ് തൊഴിലില്ലായ്മ നിരക്ക് പുറത്തുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 4ാം പാദത്തെ അപേക്ഷിച്ച് 0.7%, 2024 ആദ്യപാദത്തെ അപേക്ഷിച്ച് 1.3% തോതിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു. രാജ്യത്ത് സ്വദേശികൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയും കുറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിൽ വിഷൻ 2030 ലക്ഷ്യങ്ങൾ ഇതിനകം മറികടക്കാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. കുവൈറ്റിൽ ജൂലൈ 3 മുതൽ അന്തരീക്ഷ താപനില വൻ വർധനവിന് കാരണമാകുമെന്ന് രാജ്യത്തെ അൽ ഉജൈരി കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ രാജ്യത്ത് കഠിനമായ വരൾച്ചയും ചൂടുകാറ്റും അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തി യുവാവ്. പോലീസ് സ്റ്റേഷനിൽ അസ്ഥികളുമായി നേരിട്ടെത്തിയാണ് യുവാവിന്റെ തുറന്നു പറച്ചിൽ. സംഭവത്തിൽ പ്രതികളായ 25 വയസ്സുള്ള ഭവിൻ, 22 വയസ്സുകാരിയായ അനീഷ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് അനീഷ പോലീസിനോട് സമ്മതിച്ചത്. അനീഷയ്ക്കും ഭവിനുമെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലും വെവ്വേറെ FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് 2021 നവംബർ 6-നാണ്. കൊല നടത്തിയ അന്നു തന്നെ കുഞ്ഞിനെ അനീഷ കുഴിച്ചു മൂടി. 8 മാസങ്ങൾക്ക് ശേഷം കുഴി തോണ്ടി അസ്ഥികളെടുത്ത് ഭവിന് കൈമാറി. 2024 ഓഗസ്റ്റ് 29-നാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച കുഞ്ഞിന്റെ മൃതദേഹം പിറ്റേ ദിവസം അനീഷ ഭവിന് വീട്ടിലെത്തിച്ച് നൽകുകയായിരുന്നു. ഭവിന്റെ വീടിന് പുറകിലെ തോട്ടിലാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത്. 4 മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ പുറത്തെടുത്തു. അനീഷയെയും ഭവിനെയും വീടുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കും.
ആദ്യ കുഞ്ഞ് പ്രസവ സമയത്ത് മരിച്ചെന്നായിരുന്നു അനീഷയുടെ ആദ്യ മൊഴി. വിശദമായ ചോദ്യം ചെയ്യലിലാണ് 2 കുഞ്ഞുങ്ങളെയും പ്രസവശേഷം കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചത്. ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി ഭവിൻ എത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഭവിനും അനീഷയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട കാര്യം വെളിപ്പെടുത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചിരുന്നതായി DCP അരുൺ കെ പവിത്രൻ. ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഗുണ്ടൽപേട്ടിലും മൈസൂരിലും എത്തിച്ചു. മകൾ വിളിച്ചപ്പോൾ ശബ്ദത്തിൽ തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായതെന്നും DCP കോഴിക്കോട് പറഞ്ഞു. അതിനുശേഷം പോലീസിന്റെ അന്വേഷണം അത് വഴിതിരിച്ച് വിടണം എന്ന ഉദ്ദേശം നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പല രീതികളും അതിനുവേണ്ടി അവലംബിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ സംസ്ഥാന പോലീസ് മേധാവി പ്രഖ്യാപനം നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം UPSC നൽകിയ 3-അംഗ പട്ടികയിൽ നിന്നും ഒരാളെ പോലീസ് മേധാവിയായി പ്രഖ്യാപിക്കും. ഇൻചാർജ് പോലീസ് മേധാവി നിയമനം ഉണ്ടാകില്ല. ദീർഘകാലം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, അഗ്നിരക്ഷാസേന മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ആദ്യ 2 പേരിൽ ഒരാളാകുമെന്നാണ് സൂചനയെങ്കിലും ഇരുവരും ഏറെ നാളായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നത് സർക്കാരിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം ഇൻചാർജ് പോലീസ് മേധാവി നിയമനത്തിനായി സർക്കാർ നേരത്തെ നിയമോപദേശം തേടിയിരുന്നുവെങ്കിലും UPSC യോഗം ചേർന്ന് ചുരുക്കപ്പട്ടിക കൈമാറിയതിനാൽ ഇനി സ്ഥിരം നിയമനം മാത്രമേ ഉണ്ടാകൂ. കേരളം കൃത്യസമയത്ത് കേന്ദ്രത്തിന് പട്ടിക അയക്കുകയും UPSC നിശ്ചിത സമയത്ത് തന്നെ യോഗം ചേർന്ന് പട്ടികയിൽ തീരുമാനമെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിന് പുറത്തുനിന്നൊരാളെ നിയമിക്കുന്നത് നിയമലംഘനമാകുമെന്നത് കൊണ്ടാണ് ഇൻചാർജ് DGP നിയമനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയത്. ചുരുക്കപ്പട്ടികയിലുള്ള 3 പേരിൽ നിതിൻ അഗർവാളിനാണ് സാധ്യത കൂടുതൽ. നിതിൻ അഗർവാൾ നിലവിൽ സംസ്ഥാന റോഡ് സേഫ്റ്റി കമ്മീഷണറാണ്. നേരത്തെ BSFന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. യോഗേഷ് ഗുപ്ത സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്നതിനാൽ അദ്ദേഹത്തെ DGP ആക്കാൻ സാധ്യതയില്ല. നാളെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. അന്ന് തന്നെ പുതിയ പോലീസ് മേധാവി സ്ഥാനമേൽക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് MDMAയുമായി പിടിയിലായ പ്രതി CPIയുടെ പ്രാദേശിക നേതാവെന്ന ആരോപണം. കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പിടിയിലായ വഴുതക്കാട് സ്വദേശി കൃഷ്ണനാണ് CPIയുടെ പ്രാദേശിക നേതാവ്. മന്ത്രി GR അനിൽ ഉൾപ്പെടെ പങ്കെടുത്ത CPIയുടെ പരിപാടികളിൽ കൃഷ്ണൻ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. അതേസമയം കൃഷ്ണന് പാർട്ടിയുടെ സംഘടനാ ചുമതലയൊന്നും ഇല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. തിരുവനന്തപുരം നഗരത്തിൽ ബൈക്കിലെത്തിയ യുവാക്കൾ MDMA കൈമാറുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. പരിശോധനയെ തുടർന്നാണ് വഴുതക്കാട് സ്വദേശി കൃഷ്ണനും കണ്ണേറ്റുമുക്ക് സ്വദേശി അലി മുഹമ്മദും പിടിയിലാകുന്നത്. ഇതിൽ വഴുതക്കാട് സ്വദേശി കൃഷ്ണനാണ് CPIയുടെ വിവിധ ഘടകങ്ങളിൽ ചുമതലയിലുണ്ടായിരുന്നത്. CPI പാളയം ലോക്കൽ കമ്മിറ്റി അംഗമായ കൃഷ്ണൻ പാർട്ടി യുവജന വിഭാഗം AIYF തിരുവനന്തപുരം മണ്ഡലം മുൻ സെക്രട്ടറി ആയിരുന്നു. മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വേദിയിൽ പ്രസംഗിക്കുന്ന കൃഷ്ണന്റെ ചിത്രവും ഇതിന് തെളിവാണ്. കൃഷ്ണന്റെ ഭാര്യയും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ചുമതലയുള്ളവരുമാണ്. CPI കൂടി നേതൃത്വം നൽകുന്ന LDF സർക്കാർ ലഹരിക്കെതിരെ വിവിധ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഘടകകക്ഷിയായ CPIയിലെ പ്രാദേശിക പ്രവർത്തകൻ MDMA കൈവശം വെച്ചതിന് അറസ്റ്റിലാകുന്നത്. അതേസമയം അറസ്റ്റിലായ കൃഷ്ണന് പാർട്ടിയിൽ നിലവിൽ ചുമതലകളില്ലെന്നാണ് CPI നേതാക്കളും പാർട്ടിയും വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ കൃഷ്ണന്റെ അറസ്റ്റ് പാർട്ടിയെ ബാധിക്കില്ലെന്നും ഇവർ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.